വരെയും നമുക്ക് കല്യാണത്തിന് പോവാം. അപ്പോൾ ഇന്നൊരു കല്യാണം ഉണ്ട്, നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. ഒരുങ്ങി കെട്ടി അടിപൊളി ഉഷാറായി പോവാന്നാണ് എൻ്റെ ഒരു വിചാരം ഉണ്ടായിനി. പക്ഷെ അത്ര ഉഷാറൊന്നും ആയിട്ടില്ല, എന്നാലും നമുക്ക് പോവാം. അങ്ങനെ നമ്മൾ അവിടെ എത്തി, അടിപൊളിയായിട്ട് പന്തലും കാര്യങ്ങളൊക്കെ അവിടെ എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിന് ശേഷം ഇവിടെ നമ്മൾ ചെന്നപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതും കഴിഞ്ഞ് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. ഫുഡിൽ ബിരിയാണി ആയിരുന്നു, നല്ല അടിപൊളി ടേസ്റ്റുള്ള ഉഷാറായിട്ടുള്ളൊരു ബിരിയാണി ആയിരുന്നു കേട്ടോ. അങ്ങനെ ഈ പന്തലത്തെ തിരക്കൊക്കെ നിങ്ങൾ കണ്ടില്ലേ? ഞങ്ങൾ ചെന്നപ്പോൾ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് റൗണ്ട് ആയിരുന്നു. ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നേ. എല്ലാത്തിനും കൃത്യനിഷ്ഠത കുറച്ച് കൂടുതലായതുകൊണ്ട് അങ്ങനെ അതിന് ശേഷം നമ്മൾ ബ്രൈഡിനൊക്കെ ഒന്ന് കണ്ടതിന് ശേഷം അതിൻ്റെ അടുത്ത് തന്നെ നമുക്കൊരു ഐസ്ക്രീം കട ഉണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് നമ്മൾ ഐസ്ക്രീമൊക്കെ വാങ്ങി. ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഗൂഡല്ലൂരാണ്. അത് ഒറ്റ മൈൻഡ് എന്ന് പറയുമല്ലോ, ആ ഒരു സംഭവമായിരുന്നു കേട്ടോ. നമ്മൾ ഒറ്റ മൈൻഡിൽ ഗൂഡല്ലൂർക്ക് വിട്ടതാണ്. അങ്ങനെ അവിടെ എത്താനായപ്പോൾ നമ്മളൊരു ഐസ്ക്രീം കൂടി കഴിച്ചു. നേരത്തെ ഒരു 12:30 സമയപ്പോഴാണ് കഴിച്ചതെങ്കിൽ ഇപ്പോൾ ഒരു 2:30 സമയമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിനൊക്കെ ശേഷം നമ്മൾ ഈ ബോർഡറൊക്കെ കടന്നതിന് ശേഷം, അതായത് കേരളമൊക്കെ വിട്ട് കേരളമൊക്കെ നമ്മളോട് ബൈ പറഞ്ഞ് ഇനി നമുക്ക് തമിഴ്നാട്ടിലേക്ക് സ്വാഗതം എന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിന് ശേഷം നമ്മൾ നേരെ അവിടേക്ക് കയറിയിട്ട് പിന്നെ കുറച്ചൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു സംഭവം കണ്ടത്. റോഡിൽ ഭയങ്കര തിരക്ക്. അപ്പോൾ സൈഡ് നോക്കുമ്പോൾ എന്തൊക്കെയോ ഇവർ ചെയ്യട്ടോ, തൊലിമലൊക്കെ തൂക്കിയിട്ടത് കണ്ടപ്പോൾ തന്നെ പേടിയും എന്തൊക്കെയോ ആയിട്ടുണ്ടായിരുന്നു. ഒരു ഗതിയുടെയൊക്കെ ആയി. അവിടെ ഫുൾ ഉത്സവം ഇതൊക്കെ ആയിരുന്നു, അത് റോഡിൽ വെച്ചിട്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അതിൻ്റെ സങ്കടത്തിൽ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടെ വെറുതെ ഒന്ന് കയറിയതാണ്, വല്ല വാങ്ങലും കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല കേട്ടോ. അങ്ങനെ ഇപ്പച്ചി അവിടെ നിന്നൊരു ചായ ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ലക്ഷ്യം ഇതല്ലല്ലോ, നമ്മൾ നേരെ അവിടേക്ക് പോയി നേരെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് എത്ര അങ്ങനെയല്ലേ. എന്തായാലും നമ്മുടെ മാങ്ങയും സംഭവവും കാര്യങ്ങളൊക്കെ ഉമ്മച്ചി വീട്ടിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. റഫൽ സാറും മാനേജർ അബ്ദുട്ടേക്കൊക്കെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പച്ചി ഇവിടെ പിന്നെ ഫസ്റ്റത്തെ മാങ്ങൻ്റെ കഷ്ണം കടിക്കുമ്പോൾ തന്നെ ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ മാങ്ങയൊക്കെ ഇവിടെ നല്ല അടിപൊളിയായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ പിന്നെ വേറൊരു സൈഡിൽ മാങ്ങ ഉപ്പിലും മുളകിലും ഒക്കെ ഇട്ട് അങ്ങനെ ആക്കുന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ എന്തിനാ വന്ന് മാങ്ങ വയ്ക്കാനാ അല്ല കേട്ടോ, കോഴി വാങ്ങാൻ, ചിക്കൻ വാങ്ങാനാണ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ചിക്കൻ വാങ്ങിയിട്ട് അവിടുത്തെ ഒരു വലിയ ഫാമാണ്, അവിടെ ഗൂഡല്ലൂരുള്ളൊരു ഫാമാണ്. ഇവിടെ നമ്മൾ ഒരുമിച്ച് വാങ്ങുമ്പോൾ വില കുറയുന്നൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചിക്കൻ മാത്രം വാങ്ങിയിട്ടുള്ളായിരുന്നു. അവിടെ വേറെ കുറേ വെറൈറ്റീസൊക്കെ ഉണ്ട്. അങ്ങനെ അതിന് ശേഷം നമ്മൾ ഇതൊക്കെ കൊണ്ട് പോരണമല്ലോ. ആ സമയത്താണെങ്കിൽ മഴയും പെയ്ത്, പക്ഷേ ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു, വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. അതായത് അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം പിന്നെ ഈ ചുരത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ഒരു കട ഉണ്ടായിരുന്നു. അവിടുന്ന് ഞാനൊരു പരിപ്പോട കഴിച്ചു. പിന്നെ കുറച്ച് പോയപ്പോൾ ഉമ്മച്ചിക്കൊക്കെ കോൺ ഭയങ്കര ഇഷ്ടം. ഉമ്മച്ചിക്ക് മാത്രമല്ല കാറിലിരിക്കണ എല്ലാവർക്കും കോൺ ഇഷ്ടം. പക്ഷേ എനിക്കും മോനുവിനും ഫെയ്സൂനും മാത്രം കോൺ ഇഷ്ടമല്ല. അതുകൊണ്ട് ഞങ്ങൾ മാത്രം കഴിച്ചില്ല, ബാക്കിയുള്ളവരൊക്കെ സുഖമായിട്ട് ഉഷാറായിട്ട് കഴിച്ചു. അപ്പം ഇത്രേ ഉള്ളൂ.